നമ്മുടെ SSC മുൻപ് ഫേസ് 30 നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് അപേക്ഷിക്കാൻ വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയാണ് വേണ്ടത്. മിനിമം 10 ഉള്ളവർക്ക് അപേക്ഷിക്കാം, +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം, അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിൽ 300 ചില്ലാനം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ മുന്നോട്ടേക്ക് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോസ്റ്റും 10th ക്വാളിഫിക്കേഷനുള്ള, +2 ക്വാളിഫിക്കേഷനുള്ള, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത നോട്ടിഫിക്കേഷൻ വീഡിയോ താഴെയുണ്ട്, ഓൾസോ അപ്ലൈ ചെയ്യുന്ന വീഡിയോയും താഴെയുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിയെടുക്കാം. ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ആദ്യം മുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പോസ്റ്റ് കോഡ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. KK 1042-5 എന്നുള്ള ഈ ഒരു പോസ്റ്റ് കോഡിലൂടെയാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ SSCന്റെ വെബ്സൈറ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. SSCന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. താഴെ കൊടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാകുന്നതായിരിക്കും. അപേക്ഷിക്കുന്ന വീഡിയോ ഉണ്ട്, നോട്ടിഫിക്കേഷൻ വീഡിയോ ഉണ്ട്. ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ മാത്രം ഈ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഇതിൻ്റെ പിന്നെ പ്ലേസ്മെൻറ്റ്, അതായത് ജോലിയൊക്കെ ലഭിക്കുന്നത് നമ്മുടെ കേരളത്തിലുണ്ട്. കൊച്ചി, കേരള, അതുപോലെ തന്നെ എൻ്റെ ബംഗളൂരു, കർണാടക ടൂറിസ്റ്റ് ഹബ് എന്ന് ഏകദേശം നമുക്ക് പറയാം. അങ്ങനെയൊക്കെ ഒരു സ്ഥലത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ലെവൽ ഓഫ് എക്സാമിനേഷൻ, അതായത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയുന്നത് ഡിഗ്രി ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഡിഗ്രിയുടെ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെയായിട്ട് ഡിപ്ലോമ വേണം. മിനിമം 1 ഇയറിലുള്ള ഡിപ്ലോമ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, അതും അല്ലെങ്കിൽ ട്രാവൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാച്ചിലർ ഡിഗ്രി ഇൻ ടൂറിസം, അതുള്ളവർക്ക് അപേക്ഷിക്കാം. ഓർ ഹോസ്പിറ്റാലിറ്റി, ഓർ ട്രാവൽ മാനേജ്മെൻറ്റ്, ഓർ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ഓർ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡിഗ്രീൻ്റെ കൂടെ ഡിപ്ലോമ 1 വർഷത്തെ കോഴ്സായിട്ട് ഈ പറഞ്ഞ ഇതിലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിസ്ട്രി എന്ന് പറയുന്ന ടൂറിസം മിനിസ്ട്രീൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് ഇത് ജോലി ലഭിക്കാനായിട്ട് പോകുന്നത്. ഓഫീസ് ഓഫ് നെയിം ഓഫ് ഓഫീസ് ഇന്ത്യ ടൂറിസം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സാലറി സ്കെയിൽ ഇവിടെ കാണാൻ സാധിക്കും. 1,12,400 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് പറയുന്നത്. പിന്നെ ആർക്കൊക്കെ ഇത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നോൺ ഗസറ്റഡ് ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. 18 to 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മെയില്, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കെല്ലാം ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ടോട്ടൽ വന്നിട്ടുള്ള ഒഴിവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആകെ മൊത്തം വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് ഏകദേശം 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് നോട്ടിഫിക്കേഷനിൽ മിക്ക പോസ്റ്റുകൾക്കും ഒഴിവുകൾ കുറവാണ്. ഏകദേശം 300 ചില്ലാനും പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുൻപ് ആ വീഡിയോ കണ്ടവരാണെങ്കിൽ ഡയറക്റ്റ്ലി SSCന്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്.